ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട കുട്ടികളെ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ് എൻവിറോൺമെന്റ്, വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് എൻവിറോൺമെന്റ് എന്നൊക്കെ ഒരു ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞത്. ബട്ട് ടുഡേ വി ആർ ഡിസ്കസിങ് അനദർ ഇമ്പോർട്ടന്റ് ടോപ്പിക് കോൾഡ് ഹാബിറ്റാറ്റ് ആൻഡ് നിഷെ. എന്താണ് ഒരു ഹാബിറ്റാറ്റ്? ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ദ പ്ലേസ് വേർ എൻ ഓർഗാനിസം ഈസ് ഇൻഹാബിറ്റിംഗ്. നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലത്തിനെയാണ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് നിഷെ? നിഷ എന്ന് പറഞ്ഞാൽ ആ താമസിക്കുന്ന സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന സർവീസാണ്, എക്കോസിസ്റ്റത്തിന്റെ എക്കോളജിയുടെ സർവീസിനെയാണ് നമ്മൾ നിഷ എന്ന് പറയുന്നത്. അല്ലെ, നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെയും ഒക്കെ ഇങ്ങനെയുള്ള ഹാബിറ്റാറ്റിൽ ജീവിച്ചുകൊണ്ട് പലതരത്തിലുള്ള നിഷയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ദൈനംദിനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. See, these are the different habitats, desert habitat, domestic habitat, farm habitat, forest, polar, UK or the wild habitat, wetland habitat, tropical rainforest, savanna, ocean, etc. ഇതൊക്കെ നമുക്ക് നിരന്തരമായിട്ട് നമ്മൾ ഫീൽ ചെയ്യുന്ന പലതരത്തിലുള്ള ഹാബിറ്റാറ്റുകളാണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന പ്രോസസ്, ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചർ ഇവിടെ ഉള്ളത്. അതിന്റെ കാരണം നമ്മുടെ എക്കോസിസ്റ്റത്തിന്റെ സർവീസ് എന്ന് പറയുന്നത് എന്താ പറയാ, വളരെ ഖ്യാതി കേട്ട, വളരെ പോപ്പുലറൈസ് ചെയ്യപ്പെട്ട ഒന്നാണ്. പലതരത്തിലുള്ള സഹായങ്ങൾ പരിസ്ഥിതി നമുക്ക് തരുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, പ്രധാനമായിട്ടും അത് സപ്പോർട്ടിംഗ് ആണ്, പ്രൊവിഷനിങ് ആണ്, റെഗുലേറ്റിംഗ് ആണ്, കൾച്ചറൽ ഓറിയന്റഡ് ആണ്. നമുക്കറിയാം എക്കോസിസ്റ്റം നൽകുന്ന ഒരുപാട് സഹായങ്ങളുണ്ട്. എന്തൊക്കെയാണ് സഹായങ്ങൾ? സോയിൽ ഫോം ചെയ്യാൻ സഹായിക്കുന്നു, ഫുഡ് തരുന്നു, ക്ലീൻ വാട്ടർ തരുന്നു, ഫിഷ് തരുന്നു, വുഡിനെ തരുന്നു, പോളിനേഷൻ, കൂൾ ടെമ്പറേച്ചർ, കൺട്രോൾ ഫ്ലഡിംഗ്, പ്യൂരിഫൈ വാട്ടർ, സ്റ്റോർ കാർബൺ, ക്ലീൻ എയർ, എഡ്യൂക്കേഷൻ, റിക്രിയേഷൻ, എസ്തെറ്റിക്, സ്റ്റുവർഷിപ്പ്, ഹാബിറ്റാറ്റ്, ബയോഡൈവേഴ്സിറ്റി, ഫോട്ടോസിന്തസിസ്. ഇങ്ങനെ ഇതിലപ്പുറത്തേക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരുപാട് സർവീസുകൾ ദൈനംദിനം നമുക്ക് തരുന്നതിന്റെ പേരിനെയാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. പരിസ്ഥിതി എന്ന് പറയുന്നത് ബ്ലസ്ഡ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ ഒരിക്കലും, നമുക്കറിയാലോ, ഒരു കുടിവെള്ളം നമ്മൾ 15 രൂപ കൊടുത്ത് വാങ്ങുമ്പോൾ ഒരുപാട് കാലമായി നമുക്ക് ഫ്രീ ആയിട്ട് ഈ വെള്ളം തന്നുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് കാലമായി നമുക്ക് ഓക്സിജൻ തന്നുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് കാലമായി നമുക്ക് മത്സ്യങ്ങളെ തന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഭൂമി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട സിസ്റ്റം ഒരു കണ്ടീഷനും ഇല്ലാതെ അൺകണ്ടീഷണൽ എന്ന് പറയാറില്ല, അൺകണ്ടീഷണൽ സർവീസ് ആണ് നമുക്ക് ദൈനംദിനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയാറ്, എന്ത് ചെയ്യുമ്പോഴും കൂലി കിട്ടണമെന്ന് പറയുമ്പോൾ പരിസ്ഥിതിക്ക് എത്രമേൽ നമുക്ക് ശമ്പളം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ശമ്പളവും കൊടുക്കാതെയാണ് പരിസ്ഥിതി നമുക്ക് പലതരത്തിലുള്ള സഹായങ്ങളും തന്നുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, നൗ വാട്ട് ഈസ് എ ഹാബിറ്റാറ്റ്? എന്താണ് ഒരു ഹാബിറ്റാറ്റ്? എവരി ആനിമൽ ഹാസ് എ ഹാബിറ്റാറ്റ്. ഓരോ ആനിമലിനും ഒരു ഹാബിറ്റാറ്റ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് വീടുകളാണ് എന്ന് പറയും. ദ പ്ലേസ് വേർ ആൻ ആനിമൽ ഓർ പ്ലാന്റ് ലീവ്സ് ആൻഡ് ഗ്രോസ് ഈസ് കോൾഡ് ഇറ്റ്സ് ഹാബിറ്റാറ്റ്. ഒരു പ്രദേശത്ത് ഒരു ജീവജാലം വളരുന്നുണ്ടെങ്കിൽ, അവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് കേട്ടോ ഹാബിറ്റാറ്റ്. എ ഹാബിറ്റാറ്റ് ഈസ് വേർ ആൻ ആനിമൽ ഫൈൻഡ് ദ ഫുഡ്. അല്ലെ, അവിടെ ഭക്ഷണം കണ്ടെത്താൻ കഴിയണം, വാട്ടർ വെള്ളം ലഭിക്കണം, ആൻഡ് ഷെൽട്ടർ വീടുണ്ടാക്കാനുള്ള മരങ്ങളും വീടുണ്ടാക്കുകയും ചെയ്യണം. ഇറ്റ് നീഡ്സ് ടു ലിവ്. ഒരു ജീവിയുടെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും ഏകോപിപ്പിക്കാനും കഴിയുന്ന സർവ്വ സഹായങ്ങളും കിട്ടുന്ന പ്രദേശത്തിന്റെ പേരാണ് കേട്ടോ ഹാബിറ്റാറ്റ്. ഫോർ എക്സാമ്പിൾ, എ ടക്കൻസ് ഹാബിറ്റാറ്റ് ഈസ് എ റെയിൻ ഫോറസ്റ്റ്. അല്ലെ, ടുക്കൻസ് എന്ന് പറയുന്ന ഓർഗാനിസത്തിന്റെ ഹാബിറ്റാറ്റ് റെയിൻ ഫോറസ്റ്റ് ആണ്. അവിടെ മാത്രമേ അത് ജീവിക്കൂ. നിങ്ങൾ നോക്കൂ, പലതരത്തിലുള്ള ഹാബിറ്റാറ്റ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇവിടെയും യു ക്യാൻ സീ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹാബിറ്റാറ്റ്. Then വേറൊരു ഡെഫിനിഷൻ കൂടി നമുക്ക് കാണാം. എ ഹാബിറ്റാറ്റ് ഇസ് എ പ്ലേസ് വേർ an organism live where they can find shelter for protection. സംരക്ഷണത്തിന് കൂടിയാണത്. ഹാബിറ്റാറ്റ് പ്രൊവൈഡ് ലിവിങ് തിങ്സ് വിത്ത് എവരിതിങ് they need to survive. എല്ലാം കൊടുക്കുന്നു. വായു കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു. അങ്ങനെ സകല സഹായങ്ങളും കാര്യങ്ങളും ചെയ്യുന്നതിന്റെ പേരാണ് കേട്ടോ ഹാബിറ്റാറ്റ്. ഡിഫറെന്റ് ഹാബിറ്റാറ്റ് across the world have different organism living in them. Habitat come in all sizes, from gigantic rainforest or deserts to small habitats.
For example, a dead log, a garden, or even a single plant where we can see the habitat. Then എന്താണ് ഒരു ഹാബിറ്റാറ്റും നിഷയും തമ്മിലുള്ള ബന്ധം? നമുക്കറിയാം ഒരു ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് all aspects of the area in which an organism live, biotic factors, abiotic factors, ഇതൊക്കെ ഇൻവോൾവ് ചെയ്യുന്നതാണ് ഹാബിറ്റാറ്റ്. എന്താണ് ഒരു നിഷ എന്ന് പറയുന്നത്? വാട്ട് ഈസ് an ecological niche is how the species obtain the resources it needs for its survival. ഉണ്ടായ പോരാ, അത് ലഭിക്കണം അല്ലെ? ഒരു കാട്ടുപോയി ഒരു ജീവി ജീവിക്കുന്നതിന്റെ, ഒരു ഓർഗാനിസം ജീവിക്കുന്നതിന്റെ കാരണം അവിടെ അതിന് സകല സഹായങ്ങളും ചെയ്യുന്ന ആൾ അവിടെ ഉണ്ടായിട്ടാണ്. അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ അത് വേറൊരു സ്ഥലത്തോട്ട് പോകും. എന്തൊക്കെ കിട്ടണം? ഫുഡ് കിട്ടണം, എബയോട്ടിക് കണ്ടീഷൻസ് കിട്ടണം, ബിഹേവിയർ അല്ലെ, എല്ലാ തരത്തിലുള്ള സഹായവും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നിഷ എന്ന് പറയാം. ഹാബിറ്റാറ്റ് വേറെ സ്പീഷീസ് ലൈവ്. ഒരു ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഒരു ജീവി ജീവിക്കുന്ന സ്ഥലമാണ്. നിഷ ഹൗ ഇറ്റ് ലീവ് വിത്തിൻ ദ ഹാബിറ്റാറ്റ്. എങ്ങനെയാണ് അത് ജീവിക്കുന്നത്? പണ്ട് ആൾക്കാർ പറയല്ലേ, ഞങ്ങൾ എങ്ങനെയാ അവിടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ പൈസ തരണ്ടേ, അല്ലാതെ ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും അല്ലെ? പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നിഷ എന്ന് പറയും. എങ്കിൽ മാത്രമേ അവിടെ ജീവിതം ഉണ്ടാവുന്നു. അവർക്ക് സാധനം ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ ജീവിതം ഉണ്ടാവൂ. അങ്ങനെ ഒരു ജീവിയുടെ ജീവൽ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന സകല സംവിധാനങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുന്നതിനെയാണ് നിഷ എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള സ്ഥലത്തിനെ നമ്മൾ ഹാബിറ്റാറ്റ് എന്നും പറയുന്നു. സോ വാട്ട് ഈസ് ഹാബിറ്റാറ്റ് and what is niche? Remember, these 2 points are very reciprocal or very close to each other. നോക്കൂ, നിങ്ങൾ സാധാരണ ഒരു നിഷ ആൻഡ് ഹാബിറ്റാറ്റ് റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ പറയാം അല്ലെ? സകല കാര്യങ്ങൾ ഇവിടെയുണ്ട്, മരങ്ങളുണ്ട്, വെള്ളമുണ്ട്, വായുണ്ട്, സകലം ഉണ്ടെങ്കിൽ we can say that this is actually called habitat and niche. ഓക്കെ, ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇതെല്ലാം ഒരു ഓർഗാനിസത്തിന്റെ ഹാബിറ്റാറ്റ് നിഷിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ റിസോഴ്സ് ഉണ്ട് അല്ലെ, ബെനിഫിറ്റ്സ് ഉണ്ട്, ഡ്രൈവേഴ്സ് ചേഞ്ച് ഉണ്ട്, അങ്ങനെ പല എല്ലാം ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. എക്കോസിസ്റ്റം സർവീസ്, ലാൻഡ്, വാട്ടർ, സ്ട്രോങ്, വെൽബീങ്, എല്ലാത്തിനും പരസ്പരം പൂരകങ്ങളായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. We can see the clear-cut picture of a niche. The ecological niche involve both the place where an organism lives and the roles that an organism has in its habit. ഒരു ഹാബിറ്റാറ്റിൽ ഓരോ ഓർഗാനിസത്തിന്റെയും റോൾ നിർവഹിക്കുന്നതിനെയും നമ്മൾ നിഷ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ദ എക്കോളജിക്കൽ നിഷ ഓഫ് എ സൺഫ്ലവർ ഗ്രോയിങ് ഇൻ ദ ബാക്ക്യാർഡ് ഇൻക്ലൂഡിംഗ് അബ്സോർബിംഗ് ലൈറ്റ്, water and nutrients for photosynthesis, providing shelter and food for other organisms, that is bees, sound, etc., and giving off oxygen into the atmosphere. അങ്ങനെ ഒരു പ്രദേശത്ത് ഈ പറയുന്ന സൺഫ്ലവർ വളരുമ്പോൾ സൺഫ്ലവറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, തിരിച്ച് ഓക്സിജൻ കൊടുക്കുന്ന ആൾക്കാർ, ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് ഉണ്ടാക്കുന്ന, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായകങ്ങളായി മാറുന്നുമുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ക്ലിയർ കട്ടായിട്ട് നിഷ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഹാബിറ്റാറ്റ് ആൻഡ് നിഷ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി നമ്മൾ കമ്പാരറ്റീവ് ലെവലിൽ പറയാം എന്താണ് ഹാബിറ്റാറ്റ് ആൻഡ് നിഷ. ആക്ച്വലി വേർ ദ ഓർഗാനിസം ലിവ് ഇൻക്ലൂഡിംഗ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ്. അതാണ് കുറച്ചുകൂടി റിഫൈൻഡ് ആയ ഒരു MSc ലെവലുള്ള ഡെഫിനിഷൻ. all of the parameters are dependent. അഡ്രസ് ഓഫ് ദ ഓർഗാനിസം, ഒരു ഓർഗാനിസത്തിന്റെ അഡ്രസ് ആണ് അല്ലെ? നമ്മൾ പറയാറില്ലേ, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലാണ് ഇന്ന സ്പീഷീസ് കാണുന്നത്, ഈ സ്ഥലത്താണ് വരയാട് കാണുന്നത് അല്ലെ? നമ്മൾ പറയാറില്ലേ, സ്ട്രൊബൈലാന്തസ് കുന്തിയാന എന്ന് പറയുന്ന നീലക്കുറിഞ്ഞി കാണുന്ന സ്ഥലങ്ങളിലാണ് വരയാട് കാണുന്നത്. വരയാട് അവിടെ മാത്രമേ കാണൂ. അതാണ് വരയാടിന്റെ ഹാബിറ്റാറ്റ്. എന്തുകൊണ്ടാണത്? ആ വരയാടിനുള്ള നിഷ മുഴുവനും അവിടെ കിട്ടുന്നത് കൊണ്ടാണ് കേട്ടോ. എന്താണ് നിഷ? All the factors which an organism require to live and reproduce in healthy way in particular area, selective parameters, profession or job of the organism. ഒരു ഓർഗാനിസത്തിന്റെ പണിയൊക്കെ ആ പ്രദേശത്തായിരിക്കും അല്ലെ? നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കും നമുക്ക് പണി എന്ന് പറയാറുണ്ട്. അപ്പൊ ഞാൻ സർസേത് കോളിലാണ് എന്റെ പണിയെങ്കിൽ ഞാൻ അതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നു. കാരണം സർസേത് കോളിൽ പോവുകയും ചെയ്യാം, എനിക്ക് ഇവിടെ ജീവിക്കുകയും ചെയ്യാം. അങ്ങനെ എല്ലാത്തിനും പറ്റുന്നുണ്ടെങ്കിൽ we can say that habitat vs niche, both of them are helping each other. So you can see the difference between habitat and niche. What is habitat? The specific physical space occupied by an organism, that is species. Niche, a functional space occupied by an organism in a same ecosystem. Very functional space. Same habitat may be shared by many organisms. ഒരു ഹാബിറ്റാറ്റ് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്യും അല്ലെ? അവിടെ ആരൊക്കെ വരും? ചിലപ്പോൾ പാമ്പ് വരും,
അല്ലെ, പക്ഷികൾ വരും, പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സ്പേസിനെ ഷെയർ ചെയ്ത് കൊടുക്കും. എ സിംഗിൾ നിഷ ഈസ് ഓക്യുപ്പൈഡ് ബൈ എ സിംഗിൾ സ്പീഷീസ്. ഒരു സിംഗിൾ നിഷ എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന്റെ മുകളിൽ ഒരു ജീവി മാത്രം കാണുകയാണെങ്കിൽ നമുക്കതിനെ വേണമെങ്കിൽ നിഷ എന്ന് പറയാം. ഹാബിറ്റാറ്റ് സ്പെസിഫിസിറ്റി ഈസ് എക്സിബിറ്റഡ് ബൈ ഓർഗാനിസം. അല്ലെ, ഓരോ ഓർഗാനിസത്തിന്റെയും ബേസിലാണ് ഹാബിറ്റാറ്റ് ഉണ്ടാകുന്നത്. ഓർഗാനിസം മേ ചേഞ്ച് ദെയർ നിഷ വിത്ത് ടൈം ആൻഡ് സീസൺ. ചില ഓർഗാനിസം അതിന്റെ പരിസ്ഥിതി ചിലപ്പോൾ മാറ്റും. ചൂട് കൂടുകയാണെങ്കിൽ അവർ അവിടുന്ന് 9ാമത്തെ വളവിലാണ് ഒരു ജീവി ഉണ്ടെങ്കിൽ ചൂടുള്ള സമയത്ത് അവരെന്ത് ചെയ്യും, ഒന്നെങ്കിൽ അത് മുകളിലോട്ട് പോകും, കുറച്ചുകൂടി ചൂട് കുറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും നിഷകൾ. സോ ദിസ് ഈസ് ആക്ച്വലി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാബിറ്റാറ്റ് ആൻഡ് നിഷ. Then what is ecological niche? എന്താണ് ecological niche? The role and position of a species in its environment. That is, different factors are involving the niche concept. ഒന്ന് energy, nutrition, timing of activity, what they eat, nest, condition of temperature and moisture. ഇതെല്ലാം ഈ പറയുന്ന നിഷയിൽ ഇൻവോൾവ് ആണ്, ഇൻഫ്ലുവൻസ്ഡ് ആണ്. ദെൻ നമുക്കൊരു വളരെ ഇതുവരെ നമ്മൾ പഠിക്കാത്തൊരു കൺസെപ്റ്റ് ആണ് ഹച്ചിൻസൺ നിഷ കൺസെപ്റ്റ്. ഓൾറെഡി നിങ്ങൾ ചില ആൾക്കാർ ഡിഗ്രി +2 പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡിഗ്രിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലെ. എക്കോളജിക്കൽ Hutchinson ecological niche concept, a description of the ecological space occupied by a species. A description of the ecological space. ഒരു പർട്ടിക്കുലർ സ്പേസിൽ അവിടെ ഒരു സ്പീഷീസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഹച്ചിൻസൺ നിഷ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് എക്കോളജിക്കൽ നിഷ, ഫണ്ടമെന്റൽ നിഷ, റിയലൈസ്ഡ് നിഷ. പലപ്പോഴും പരീക്ഷിക്കുന്നു എന്താണ് ഫണ്ടമെന്റൽ നിഷ ആൻഡ് റിയലൈസ്ഡ് നിഷ. ഫണ്ടമെന്റൽ എന്ന് വെച്ചാൽ ബേസിക്കലി അവിടെ ഉള്ള ഒരു സാധനം. റിയലൈസ്ഡ് എന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ ഓർഗാനിസത്തിനനുസരിച്ച് അത് മാറുകയും തിരികെയും മറിയുകയും ചെയ്യുകയാണെങ്കിൽ that is called realized niche. We can see the difference between fundamental niche and realized niche. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, this is a new aspect that we are not at all studying in our previous classes. What is fundamental niche? Range of an environmental condition in which each of the species survive and reproduce. It's a larger, elaborate various roles of species, full niche of species. So we can say that this is called fundamental. Then what is realized? Range of environmental condition in which a species is really found. It is smaller portion of fundamental niche that is actually filled. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ഒരു പർട്ടിക്കുലർ ഉറുമ്പ് വരികയാണെങ്കിൽ that is called realized. കാരണം ആ ഉറുമ്പിന് ജീവിക്കാനുള്ള മണ്ണ് മുഴുവനും അവിടെയുണ്ട്. ആ മണ്ണ് that is called realized. That is specific. That is what is called realized. This is called fundamental. Fundamental means basically എല്ലാ ആൾക്കാർക്കും. Realized means something specialized for certain organisms. So remember, this is a new information for you, that is the PG level or master level. Competitive exclusion principle. എന്താണ് competitive exclusion principle? See, also called as a Gauss law, because George Gauss described this term. Definition: two species cannot occupy the same niche. അതിനാണ് നമ്മൾ കോമ്പറ്റീറ്റീവ് എന്ന് പറയാം. കോമ്പറ്റീറ്റീവ് ഫോർ ഫുഡ്, കോമ്പറ്റീറ്റീവ് ഫോർ ഹാബിറ്റാറ്റ്. അല്ലെ, പണ്ടേ നമ്മൾ പറഞ്ഞതാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അല്ലെ, ഒരു പരിസ്ഥിതിയുടെ ഒരു പ്ലേസിന് വേണ്ടി മത്സരം നടക്കും. അവിടെ സർവൈവൽ മാത്രം, അല്ലെങ്കിൽ ഒരു ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആൾ മാത്രം സർവൈവ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ കോമ്പറ്റീറ്റീവ് നിഷ. അപ്പൊ ഇത്രയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സിമ്പിൾ ആയ ഒരു ടോപ്പിക്കാണ്, ഹാബിറ്റാറ്റ് ആൻഡ് നിഷ. പക്ഷെ നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ ഒരു PG ലെവലിൽ ചിന്തിക്കണം. ഓരോ പ്രദേശവും ഹാബിറ്റാറ്റിന്റെയും നിഷയുടെയും സ്പേസിൽ എത്രമേൽ ഡിഫറെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. നോക്കൂ നിങ്ങൾ, ഒരുപാട് ഓർഗാനിസം, ഈ ഓർഗാനിസത്തിന്റെ മുഴുവനും പ്ലേസ് എന്ന് പറയുന്നത്, ജീവിക്കുന്ന ഇടം എന്ന് പറയുന്നത് ഹാബിറ്റാറ്റ് ആണ്. അത് പല 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 ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡഡ് ആണ്. പരസ്പരം സഹായിച്ചും പരസ്പരം എന്താ പറയുക എതിർത്തും ഒക്കെ നിൽക്കുന്ന ആ സ്പേസിനെയാണ് നമ്മൾ നിഷ എന്ന് പറയാം. നിഷ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓരോ പ്രദേശത്തും ചില ജീവികൾ ഇല്ലാതായി പോകുന്നത് അവിടുത്തെ നിഷ എന്ന് പറയുന്നത് പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഹാബിറ്റാറ്റ് ആസ് വെൽ ആസ് നിഷ ആർ highly significant as far as an organism survival is concerned. So in this basis we can discuss survival of the fittest, competition, all these we can discuss based on this niche. So remember the concept of habitat and niche. Thank you.